കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്തുകൊണ്ട് G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം തുടർമാനമായി ശ്രവിക്കുന്ന വിശുദ്ധന്മാർക്ക് വന്ദനം. ഈ പകലിൽ നമ്മൾ തുടർന്നും പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാമോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർഗവും സ്വന്തം ജനവുമാകുന്നു എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി ചിന്തിക്കുകയാണ്. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പഴയ നിയമ പൗരോഹിത്യ നിയമം അനുസരിച്ചുള്ള ശുദ്ധീകരണം പ്രാപിക്കാത്ത ഒരുവനും മഹാപുരോഹിതനായാൽ പോലും പ്രാകാരവാതിൽ കടന്ന് അകത്ത് കയറി യാതൊരുവിധ ശുശ്രൂഷയും ചെയ്യുവാൻ അനുവാദം ഇല്ലാത്തതുപോലെ. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 38 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. പുതിയ നിയമത്തിലും സാക്ഷാൽ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ദൈവസഭയിൽ, വിശുദ്ധ പത്രോസിൻ്റെ ഭാഷയിൽ ഇവിടെയും അവിടെയും എവിടെയും ഉള്ള ദൈവസഭയിൽ ദൈവവചനാനുസൃതമായ ഏതെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യണം എങ്കിൽ അതിന് വിശുദ്ധീകരണം ആവശ്യമാണ്. വരുന്നവർക്കും പോകുന്നവർക്കും കണ്ടവർക്കും കേട്ടവർക്കും ഈ ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ അനുവാദമില്ല എന്നുള്ളത് ആരും മറന്നു പോകരുത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇത് എന്നും ഓർത്തുകൊള്ളേണ്ട ഒരു നിയമമാകുന്നു. അടുത്തതായി തുടരുന്നു. പ്രാകാരത്തിനുള്ളിലെ പ്രവേശനാനുവാദം അഥവാ പെർമിഷൻ ടു എൻ്റർ ഇൻ ടു ദ കോർട്ട്, അതിൽ പൊരുൾ, സിഗ്നിഫിക്കൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, അതിനുള്ള ആധാരവചനം പ്രാകാര പ്രവേശനവും ദൈവസഭാ പ്രവേശനവും ഒരു താരതമ്യം. പഴയ നിയമത്തിൽ ദൈവസാന്നിധ്യം ആലയത്തിൽ, പുറപ്പാട് ദിവസം 25-8, 40-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, തേജസ് ആലയത്തിൽ നിറഞ്ഞു. പുരോഹിതന്മാർക്ക് പോലും അകത്ത് പ്രവേശിപ്പാൻ കഴിയുന്നില്ല. ദൈവസഭയിലെ ദൈവസാന്നിധ്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യവും മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യവും 28-ാം അധ്യായം 20-ാമത്തെ വാക്യവും മർക്കോസ് എഴുതിയ സുവിശേഷം 16-20 കാണുമ്പോൾ പൗലോസ് വീണ്ടും അല്പം കൂടെ വ്യക്തമാക്കി ആ വചനത്തിൻ്റെ മറപൊരുൾ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അത് കൂടിവരവിലും വ്യക്തികളുടെ ഹൃദയത്തിലും ഉള്ള കാര്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ മറിയയുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതൻ പറഞ്ഞ പദം കൂടെ മനസ്സിലാക്കണം. അവൻ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമെന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. എത്ര കാലം എന്നുള്ളതിനും തിരുവചനത്തിൽ ആധാരമുണ്ട്, ലോകാവസാനത്തോളം. തിരുവചനത്തിൻ പ്രകാരം ശുശ്രൂഷ ചെയ്യണം എങ്കിൽ പഴയ നിയമത്തിൽ മഹാപുരോഹിതനോ നിയുക്തനാക്കപ്പെട്ട പുരോഹിതനോ ശുദ്ധീകരണം നടത്തിയ ശേഷം മാത്രമേ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വരാവാൻ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിന് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 40 വർഷം കൊണ്ട്, വ്യക്തമാക്കി പറഞ്ഞാൽ 38 വർഷം കൊണ്ട് ഏകദേശം 30 ലക്ഷം ആളുകൾ 2 പേരൊഴികെ മരണമടഞ്ഞല്ലോ. അതിനും പ്രമാണമുണ്ട് ഈ ശവവുമായി ബന്ധപ്പെടുന്നത്. അപ്പൻ, അമ്മ, മകൻ, മകൾ,
വിവാഹിതയല്ലാതെ മരിച്ചുപോയ സഹോദരി, അടുത്ത ചാർച്ചക്കാർ മരിച്ചാൽ പുരോഹിതന്മാർ പോലും അവരുടെ അടക്ക ശുശ്രൂഷകളിൽ പങ്കെടുക്കാം. അങ്ങനെ ശവത്താൽ അശുദ്ധി പ്രാപിച്ച വ്യക്തികൾക്ക് ശുചീകരണം ആവശ്യമാണ്. ക്ലെൻസിങ്, സാങ്ക്ടിഫിക്കേഷനും ക്ലെൻസിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ശുദ്ധീകരണവും ശുചീകരണവും എന്ന 2 മലയാള പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആര് ശവത്താൽ അശുദ്ധർ ആയാലും, ജനത്തിൻ്റെ നടുവിൽ ആര് അശുദ്ധരായാലും അവർ ശുചീകരണം പ്രാപിക്കാതെ പാളയത്തിൽ പ്രവേശിക്കരുത്. പുരോഹിതന്മാർ ശുചീകരണം പ്രാപിക്കാതെ ആലയത്തിലും പ്രവേശിക്കരുത്. ശുദ്ധീകരണം പ്രാപിക്കാതെ ശുശ്രൂഷ ചെയ്യരുത്, ശുചീകരണം പ്രാപിക്കാതെ ആലയത്തിലും പ്രവേശിക്കരുത്. നമ്മളുടെ ഇപ്പോഴത്തെ വിഷയം പ്രാകാരത്തിനുള്ളിലെ പ്രവേശനാനുവാദം, പെർമിഷൻ ടു എൻ്റർ ഇൻ ദ കോർട്ട് എന്നുള്ളതാണ്. അതിൽ ശവത്താൽ അശുദ്ധരാകുന്ന ലേവ്യരുടെ ശുചീകരണ നിയമം, സംഖ്യാപുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, ഈ വിഷയങ്ങളൊന്നും സാധാരണ ആഴമായോ അല്ലാതെയോ ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ പഠിപ്പിക്കുകയും അത് പഠിക്കുവാൻ ജനത്തിന് താല്പര്യവുമില്ല. എന്നിരുന്നാലും ഇത് പഠിക്കുകയും വേണം എന്ന കർക്കശമായ നിയമം ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഈ തരുണത്തിൽ ഈ വിഷയത്തെ കൂടെ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ആ ലേവി ഗോത്രത്തെ എടുത്ത് ശുദ്ധീകരിക്കുക അല്ല, ഇവിടെ കാണുന്നത് ശുചീകരിക്കുക എന്നതാണ്. പൗരോഹിത്യത്തിന് വേണ്ടി ശുദ്ധീകരിക്കണം, ശവത്താൽ അശുദ്ധരായവരെ ശുചീകരിക്കണം. അവരെ ശുചീകരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യണം: പാപപരിഹാര ജലം. നിയമം സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 20 വരെ എഴുതിയിട്ടുണ്ട്. ഒരു ചുവന്ന പശുവിനെ കൊണ്ടുവന്ന് യാഗം കഴിക്കുകയും അതിൻ്റെ ഭസ്മം ജലത്തിൽ കലക്കി ഈ സോപ്പ് ചെടിയുടെ തണ്ടുകൊണ്ട് അശുദ്ധി പ്രാപിച്ച വ്യക്തിയുടെ മേൽ തളിക്കുകയും ചെയ്യണം. അനന്തരം അവർ സർവാംഗം ക്ഷവരം ചെയ്ത് വസ്ത്രം അലക്കി ഇങ്ങനെ തങ്ങളെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, ശുചീകരിക്കണം. എന്ന് പറഞ്ഞാൽ കുളിച്ച് ശരീരത്തിൽ പതിച്ചിരിക്കുന്ന പശുഭസ്മം ഉണ്ടല്ലോ, അത് കഴുകിക്കളയണം. കഴുകിയാൽ മാത്രം പോരാ, അത് കളയണം. വെടിപ്പാക്കിയാൽ മാത്രം പോരാ, അശുദ്ധമായത് ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. ശുദ്ധിയും അശുദ്ധിയും, ശുദ്ധവും അശുദ്ധവും ഒന്നിച്ച് ദൈവാലയത്തിൽ പ്രവേശിക്കരുതെന്നർത്ഥം. അതിപരിശുദ്ധ സ്ഥലത്തെയും ഹാഗിയോൺ, മോസ്റ്റ് ഹോളി പ്ലേസ്, പരിശുദ്ധ സ്ഥലത്തെയും ഹോളി പ്ലേസ് തമ്മിൽ വേർതിരിക്കുന്ന തിരശീല, അതിപരിശുദ്ധ സ്ഥലത്ത് നിവസിച്ചിരിക്കുന്ന കൃപാസനത്തെയും ദൈവ തേജസ്സിനെയും ദർശിക്കുന്നതിന് ഏവർക്കും തടസ്സമായിരുന്നു. പുറപ്പാട് ദിവസം 26-33 വായിച്ചാൽ അത് ഗ്രഹിക്കാകുന്നതാണ്. പുതിയ നിയമ രാജകീയ പുരോഹിത വർഗത്തിന് ഏത് സമയത്തും കൃപ അനുഭവിക്കുകയും ദിവ്യ തേജസ് ദർശിക്കുകയും ചെയ്യത്തക്കവണ്ണം വേർപാടിനെ നടിച്ചുവർ എന്ന തിരശീല പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനും മഹാപുരോഹിതനുമായ ദൈവപുത്രൻ്റെ ക്രൂശു മരണത്തോടുകൂടെ ഇടിച്ചു കളഞ്ഞു, അഥവാ ചീന്തിക്കളഞ്ഞു, കീറിക്കളഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 51. സകലതും നിവർത്തിയായി എന്ന പദം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് ഉച്ചരിക്കപ്പെട്ട നിമിഷത്തിൽ 60 അടി ഉയരമുണ്ടായിരുന്ന ഹെരോദാവിൻ്റെ ആലയത്തിലെ തിരശീല മുകൾ തൊട്ട് താഴേക്ക് വരെ കീറിക്കളഞ്ഞു. യോസിഫസിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, പാപപരിഹാര ദിവസം ഉത്സവം പ്രതീതിയോടുകൂടി ആചരിക്കുമ്പോൾ കൃപാസനത്തെ ജനത്തിന് ദർശിക്കണം. ആ ഒരു ദിവസം മാത്രമേ കൃപാസനത്തെ ദർശിപ്പാൻ കഴിയുകയുള്ളൂ.
അന്ന് 120 പുരോഹിതന്മാർ ഒരു ഭാഗത്തു നിന്ന് വലിച്ചു മാറ്റിയാണ് 4 വിരൽ ഖനം ഉള്ള ഈ മന്ദിരത്തിലെ തിരശീല മാറ്റപ്പെടുന്നത്. 4 വിരൽ ഖനമുള്ള ചരട് കൊണ്ടുണ്ടാക്കിയ തിരശീല. ആ തിരശീല പൊടുന്നനവേ ദൈവപുത്രൻ നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ മുകൾ തൊട്ട് അടിവരെ എത്ര കോവേണികൾ, എത്ര പടികൾ ചവിട്ടി മുകളിൽ കയറി, എത്ര പേർ ഏതെല്ലാം ആയുധം വെച്ച് കീറിയാലും കീറാത്ത ആ തിരശീല സ്വാഭാവികമായി കീറി. മർക്കോസിന്റെ സുവിശേഷം 15:38, ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:45. അതുകൊണ്ട് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവൻ ആയതുകൊണ്ട് ആണ്ടിൽ ഒരിക്കൽ അല്ല, പ്രത്യുത ഏതെല്ലാം സമയത്ത്, അവിടെ എഴുതിയിരിക്കുന്ന പദം തക്ക സമയത്ത്, ഏത് നിമിഷത്തിൽ സഹായത്തിനുള്ള കൃപ ലഭിക്കണമോ ആ നിമിഷത്തിൽ സഹായത്തിനുള്ള കൃപ ലഭിപ്പാൻ നമുക്ക് സധൈര്യം കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലാം. എഫേസ്യർ 2:14 എബ്രായർക്ക് എഴുതിയ ലേഖനം 4:15, 16 എന്നീ വാക്യങ്ങൾ. കാരണം ഒരു പിതാവിൻ്റെ അടുക്കൽ ഏത് മക്കൾക്കും ഏത് സമയത്തും, ഇഷ്ടപുത്രന്മാർക്ക് ഊണിലോ ഉറക്കത്തിലോ വിശ്രമ സമയത്തോ അല്ലാതെയോ പിതാവിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുവാൻ നിയമങ്ങൾ തടസ്സം അല്ലാതെ ഇരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രിയമക്കളാകുന്ന നമ്മൾക്ക് ഏത് നിമിഷത്തിലും എവിടെ നാം ഇരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ നിറച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അനുവാദമുണ്ട് എന്നുള്ള വിഷയം ദൈവസഭാവിശ്വാസികൾ മറന്നു പോകരുത്. ആ അനുവാദം ലഭിക്കുന്നതിനുള്ള പ്രമാണം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം എന്നുള്ള പ്രാഥമിക നടപടിയാണ്. മക്കളെങ്കിൽ അവകാശികളാകുന്നു എന്നും ദൈവം നമ്മെ നിറച്ചിരിക്കുന്നത് ഭീരത്വത്തിൻ്റെ ആത്മാവിനാലല്ല പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ ആകുന്നു എന്നും പല ഭാഗങ്ങളിൽ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ന്യായപ്രമാണപ്രകാരം വചനാനുസൃതമായ യാഗം കഴിച്ചിട്ട് യാഗരക്തം യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടാതെ ഒരു പുരോഹിതനും പ്രാകാരത്തിലെയും വിശ്വസ സ്ഥലങ്ങളിലെ ഉപകരണങ്ങളെയും സമീപിക്കുവാൻ അനുവാദം ഇല്ലായിരുന്നു. നോക്കണം, എന്തെല്ലാം നിയമങ്ങളായിരുന്നു. ശവത്താൽ അശുദ്ധമായവർ പാപപരിഹാര ജലം ശരീരത്തിൽ തളിച്ച് വസ്ത്രത്തിൽ തളിച്ച് വസ്ത്രം അലക്കി ക്ഷൗരം ചെയ്ത് ആലയത്തിൽ പ്രവേശിക്കണം. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്ന ആദ്യ നിമിഷം പ്രാകാരത്തിൻ്റെ വാതുക്കൽ വന്ന ശേഷം ശുദ്ധീകരണം പ്രാപിച്ച് അകത്ത് പ്രവേശിക്കണം. എബ്രായർക്ക് എഴുതിയ 9:22, ലേവ്യ പുസ്തകം 17:11-12, ആവർത്തന പുസ്തകം 12:23. രാജകീയ പുരോഹിതവർഗമാകുന്ന നമ്മെ ദൈവീക ശുശ്രൂഷകന്മാരാക്കുവാൻ നമ്മുടെ മഹാപുരോഹിതൻ തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ സ്വന്തം രക്തത്താൽ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും കാളകളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും, വസ്ത്രത്തിന്മേലും ശരീരത്തിലുമല്ല ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും, ശുദ്ധവെള്ളത്തിൽ ശരീരം കഴുകപ്പെട്ടവരുമായി. ആ ശുദ്ധവെള്ളം പരിശുദ്ധാത്മാവാകുന്നു. ആ പരിശുദ്ധാത്മാവിൽ ജീവിതത്തെ കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൽ പൂർണ്ണ നിശ്ചയം പൂണ്ട്. അവിടെ ഒരു കണിക പോലും അവിശ്വാസം വേണ്ട, പൂർണ്ണ നിശ്ചയം പൂണ്ട്. പരമാർത്ഥ ഹൃദയത്തോടുകൂടെ, അർത്ഥഹൃദയമല്ല പകുതി ഹൃദയം, അല്ലെങ്കിൽ പകുതി അതും പകുതി ഇതുമല്ല, പരമാർത്ഥ ഹൃദയത്തോടുകൂടി അടുത്ത് ചെല്ലുക. വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:16 10-ാം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, റോമർക്ക് എഴുതിയ ലേഖനം 3:25
എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 18-19 വാക്യങ്ങളും, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും. ന്യായപ്രമാണ പ്രകാരം യാതൊരു വ്യക്തിയും സ്വയനീതിയാൽ നീതീകരണം പ്രാപിച്ച് യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. കാരണം ആരായാലും അവരവരുടെ നീതിപ്രവൃത്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കറ പൂരണ്ട തുണിക്ക് തുല്യമാകുന്നു എന്ന് യെശയ്യാവ് 64-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അസന്നിഗ്ധമായി പ്രസ്താവിച്ചിരിക്കുന്നുവല്ലോ. രാജകീയ പുരോഹിത വർഗമാകുന്ന നാം ദൈവസന്നിധിയിൽ പ്രവേശിച്ച് ശുശ്രൂഷിക്കുന്നത് നമ്മുടെ മഹാപുരോഹിതൻ തൻ്റെ പിതാവായ പരിശുദ്ധ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് സദാസമയവും ഇടതടവില്ലാതെ നാം ഓരോരുത്തർക്കു വേണ്ടിയും മധ്യസ്ഥത, പക്ഷപാതം എന്നിവ ചെയ്യുന്നതിനാലത്രേ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ഇത്രത്തോളം വാക്യങ്ങൾ തുടർമാനമായി തിരുവചനത്തിൽ നിന്ന് പറയുന്നതിൻ്റെ കാരണം, ഒരു വാക്യം കൊണ്ടൊരു ഉപദേശത്തെ സ്ഥാപിപ്പാൻ ചിലപ്പോൾ പ്രയാസമാകും. രണ്ടുപേരുടെ വായ്മൊഴിയാൽ കാര്യങ്ങൾ ഉറപ്പാക്കാമെന്നാണല്ലോ തിരുവചനം. അതുകൊണ്ട് ഓരോ വിഷയത്തെയും സംബന്ധിച്ച് തിരുവചനത്തിൽ ഓരോരോ ഭാഗങ്ങളിൽ വിവിധ അപ്പസ്തലന്മാരെഴുതിയ പദങ്ങൾ എടുത്ത് അവരുടെ അഭിപ്രായ സമന്വയത്തെ, ഐക്യതയെ വെളിപ്പെടുത്തി ദൈവവചനത്തിൻ്റെ ഉപദേശം സ്ഥാപിക്കുക എന്ന ഏകലക്ഷ്യത്തോടുകൂടെയാണ്. ലേവ്യ പുരോഹിതന്മാർ ശുശ്രൂഷാർത്ഥം തിരുനിവാസത്തിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ മരിക്കാതിരിപ്പാൻ വെള്ളം കൊണ്ട് കയ്യും കാലും കഴുകണമെന്നത് തലമുറയായുള്ള ചട്ടം ആയിരുന്നു. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 19 മുതൽ 21, 40-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലും എഴുതപ്പെട്ടിരിക്കുന്നു. പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിതവർഗത്തിൽ നിന്ന് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ വിശുദ്ധീകരണ പ്രക്രിയകൾ ജഡപ്രകാരത്തിലുള്ള നിയമങ്ങൾ അല്ല അനുസരിക്കേണ്ടത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-16. പ്രത്യുത ആത്മീയവും അദൃശ്യവുമായ വിശുദ്ധീകരണ ശുശ്രൂഷകൾ കൊണ്ടാണ്. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 2-ാമത്തെ ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം പൗലോസ് പറയുകയാണ്, ആകയാൽ ഇത്ര ശ്രേഷ്ഠകരമായ വാഗ്ദത്തം നമുക്കുള്ളതുകൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങൾ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പൂർണ്ണമായി മാറ്റപ്പെടുക. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങളിലും ഇതേ ഉപദേശം കാണുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. തുടർന്നും ദൈവവചനം പഠിക്കുവാൻ ജാഗ്രതയുള്ളവരായിരിക്കുക. പഴയ നിയമ പ്രമാണങ്ങൾ ഭീതിയും ഭയവും വരുത്തുന്നതായിരുന്നപ്പോൾ പുതിയ നിയമ പ്രമാണം ധൈര്യവും ആശ്വാസവും പുത്രത്വവും നൽകുന്നതാകുന്നു എന്നുള്ളത് ഓരോ രാജകീയ പുരോഹിത വർഗത്തിനും വ്യക്തികൾക്കും ആശ്വാസമല്ലേ. ഈ വലിയ വാഗ്ദത്തത്തിലേക്ക് നമ്മെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനായി സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഈ പരദേശ പ്രയാണം ധൈര്യത്തോടുകൂടി ഓടിത്തികപ്പാൻ ദൈവകൃപ തരണം. എല്ലാ ശ്രോതാക്കളെയും അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.